ജെനീസ് മീഡിയയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ട സുനിൽ മോശ ബ്രദറാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ബ്രദറെ, കേരളത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ ധ്യാനകേന്ദ്രം ആരംഭിച്ച് വളരെ ഭംഗിയായി നടക്കുന്നു എന്ന് കേട്ടു, വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള കേരള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ ഇത് 2021 സെപ്റ്റംബർ 8 തുടങ്ങിയത്. അതിനു മുമ്പേ നമുക്ക് കിട്ടിയ 3 സ്ഥലങ്ങളാണ്. ഒന്ന് അമേരിക്ക, ഒന്ന് ഇന്ത്യ, ഒന്ന് ആഫ്രിക്ക. പക്ഷേ ദൈവം ഫസ്റ്റിലേ തുടങ്ങിയത് അമേരിക്കയിലാണ്. പിന്നെ 2024 കർത്താവ് ഒരു പ്രചോദനം കിട്ടിയത് ഭാരതത്തിൽ തുടങ്ങാൻ വേണ്ടി. പക്ഷേ ഞാൻ നോർത്ത് ഈസ്റ്റിലെല്ലാം പോയി, ഒത്തിരി ഡയസിസിൽ പോയി ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ ലാസ്റ്റ് എനിക്ക് ഈശോ തന്നത് കേരളത്തിൽ തന്നെയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കൊരു അനുഗ്രഹമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ധ്യാന കേന്ദ്രങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷേ എൻ്റെ വിളി ഒരു ലേ അപ്പോസ്റ്റലേറ്റ് മൂവ്മെൻ്റ് ആണ്. അതാണ് കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ തൃശ്ശൂർ കുണ്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ധ്യാന കേന്ദ്രം നമ്മൾ 2024 തുടങ്ങിയത്. കേരളത്തിൽ ഇത് തുടങ്ങാനൊരു പ്രചോദനം ഈശോ തന്നേക്കുന്നത് ഒരു ധ്യാന കേന്ദ്രം മാത്രമല്ല, ഇതൊരു ലേ അപ്പോസ്റ്റലേറ്റ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ കാറ്റഗിസ്റ്റുകളെ ഈശോയുടെ ഒരു പടയാളികളാക്കി മാറ്റുക എന്നുള്ളതാണ് കർത്താവ് തന്ന ഒരു ബോധ്യം. അതിനുവേണ്ടി ഞാൻ നമ്മുടെ കോട്ടപ്പുറം ഡയസിസിലെ പിതാവിനെ അപ്രോച്ച് ചെയ്തപ്പോൾ പിതാവ് അത് വെൽക്കത്തോടെ സ്വീകരിക്കുകയും അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും പിതാവ് ചെയ്തു തരികയും ചെയ്തു. ഇപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റ്, മണിപ്പൂർ, ആസാം, അവിടെ നിന്നുള്ള എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും കാറ്റഗിസ്റ്റുകളെ കൊടുന്ന് ഇവിടെ ട്രെയിൻ ചെയ്ത് 10 ദിവസത്തെ ട്രെയിനിങ് കൊടുത്ത് തിരിച്ച് അവരെ അതാത് പാരിഷുകളിലെ പടയാളികളാക്കി തിരിച്ച് നമ്മൾ വിടലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത ഭാഷകളിൽ ഇവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഈ 3 ഭാഷകളിലാണ് ഇപ്പോൾ ശുശ്രൂഷ ഈ സെന്ററിൽ ട്രെയിനിങ് നടക്കുന്നത്. ട്രെയിനിങ് ഇപ്പോൾ 10 ദിവസത്തെ കഴിഞ്ഞ് പിന്നെ ഒരു ഫോളോ അപ്പ് പോലെ അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് പോകും. 10 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് അവരെ വിട്ടാലും എപ്പോഴും അവരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അവരെ സൂമിലൂടെ നമ്മൾ കോണ്ടാക്ട് ചെയ്യും. നമ്മൾ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കും. അവർക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. അങ്ങനെ അവരെ ഫോളോ അപ്പ് നമ്മൾ ഈ സെന്ററിൽ നിന്ന് തന്നെ ചെയ്യും. അപ്പോൾ കേരളത്തിലും ഇതുപോലത്തെ അമേരിക്കയിൽ ചെയ്യുന്നത് പോലെ കേരളത്തിലും ഇവിടെ ധ്യാനം നടത്തുകയും ഇവിടെ സ്ട്രെങ്തൻ ചെയ്യുകയും ഒപ്പം തന്നെ ഓൾ ഓവർ ഇന്ത്യ മറ്റു സ്ഥലങ്ങളിൽ പോയി ധ്യാനം നടത്തുന്ന ടീമും ഉണ്ടോ? കേരളത്തിൽ നമുക്ക് ഫുൾ ടീമുണ്ട്. നമ്മൾ ഈ വർഷം 2024 തുടങ്ങി ഈ 25 നോമ്പ് കാലത്ത് ഏകദേശം 10 പള്ളികളിൽ കൺവെൻഷൻ നടത്താൻ കർത്താവ് അനുവദിച്ചു. കേരളത്തിൽ മാത്രം 2 വലിയ കൺവെൻഷനും 8 ഇടവക ധ്യാനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ കേരളത്തിന് പുറത്തും ധ്യാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മുടെ വിളി തന്നെ ഓൾ വേൾഡ് ആണ്. എല്ലാ രാജ്യത്തും പോയി വചനം പ്രഘോഷിക്കാനാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. അല്ലാതെ ഇന്നൊരു സ്ഥലം മാത്രമല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ വേൾഡ്, ഈ ലോകമെമ്പാടും പോയി സുവിശേഷം പറയാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ആ കാരണം കൊണ്ട് തന്നെ കർത്താവ് ഞങ്ങൾക്ക് 3ാമതുള്ള സ്ഥലം, ഞങ്ങളുടെ പ്രാർത്ഥനയുള്ള സ്ഥലം ആഫ്രിക്കയായിരുന്നു. അപ്പോൾ സൗത്ത് സുഡാനിൽ നിന്ന് അവിടുത്തെ കാർഡിനലിൻ്റെ ഇൻവിറ്റേഷൻ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടർ അച്ഛനായ അമേരിക്കയിലെ ഫാദർ ജോൺ കറ്റാട്ട് വി സി അച്ഛനും ഞാനും കൂടി, ജോൺ കറ്റാട്ടച്ഛനും ഞാനും കൂടി ഇപ്പോൾ ഈ ഒരു 10-20 ദിവസം മുമ്പേ ഒരു 10 ദിവസത്തെ ധ്യാനത്തിന് വേണ്ടി സൗത്ത് സുഡാനിലേക്ക് പോയി. അവിടെ 5 ദിവസത്തെ ബൈബിൾ കൺവെൻഷനും 6 ദിവസത്തെ 12 ദിവസം ടോട്ടൽ ഉണ്ടായിരുന്നു. 6 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം നമ്മൾ ചെയ്തിട്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നത്. ആഫ്രിക്കയിൽ ഇതുപോലത്തെ ഒരു സെന്റർ ആരംഭിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ട്. എല്ലാം കർത്താവിന്റെ കയ്യിലിരിക്കുന്നു. നമ്മളങ്ങ് വിട്ടുകൊടുക്കുക. കർത്താവ് ഹിതമാണെങ്കിൽ. ഓക്കെ, ഇപ്പൊ ഇവിടെ കേരളത്തിലുള്ള ധ്യാനത്തിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ശരിക്കും എന്തൊക്കെയാണ് വരുന്നത്? കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് മെയിനായിട്ട് ധ്യാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം കൂടുമ്പോൾ ഒരു കുടുംബ വിശുദ്ധീകരണ ധ്യാനവും, പിന്നെ എല്ലാ ശനിയാഴ്ചയും രാവിലെ 9 തൊട്ട് 1:30 വരെ ഏകദിന ബൈബിൾ കൺവെൻഷനും, പിന്നെ എല്ലാ മാസവും 15 തൊട്ട് 30 പേരുടെ ടീം നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്ന് 10 ദിവസത്തെ ട്രെയിനിങ്. അത് കഴിഞ്ഞ് കേരളത്തിലെ എല്ലാ വിശുദ്ധരുടെ അടുത്തും അവരെ കൊണ്ടുപോയി അവരെ കാണിച്ച് തിരിച്ച് അവരെ ഒരു സോൾജിയറാക്കി നമ്മൾ തിരിച്ചു വിട്ടു. ഈശോയുടെ പടയാളികളായി. അപ്പൊ കേരളത്തിൽ ഇതുപോലെ തന്നെ ഏത് ധ്യാനഗുരുക്കന്മാർക്കും അല്ലെങ്കിൽ വചന പ്രഘോഷകർക്കും ഉള്ളൊരു സ്പേസ് കൂടി ആണ് അത്, അല്ലേ?
തീർച്ചയായിട്ടും നമുക്ക് പല പല ആൾക്കാരും നമ്മളോട് വിളിക്കാറുണ്ട്, പല അൽമാര് വരാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഉള്ളൊരു ധ്യാന കേന്ദ്രമാണല്ലോ. ഓക്കെ, അപ്പൊ ബ്രദറിന് ശരിക്കും ഒരു ആഗോള തലത്തിൽ തന്നെ ഇപ്പൊ രണ്ട് രാജ്യങ്ങളിൽ, ഇപ്പൊ ഇന്ത്യയിലും അമേരിക്കയിലും ഇനിയിപ്പോ ആഫ്രിക്കയിൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ശരിക്കും ഒരു ഓൾ ഓവർ വേൾഡ് തന്നെ സുവിശേഷ വൽക്കരണ, ഒരു ഗ്ലോബൽ സുവിശേഷ വൽക്കരണന്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്നുള്ളൊരു ഇന്റൻഷൻ ഉണ്ടോ അതില്? തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. പിന്നെ കർത്താവ് അനുവദിച്ചാലാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. റോമ 9:16 പറയുന്നുണ്ടല്ലോ, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിന്റെ ദയയാണ് എല്ലാത്തിനും കാരണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പറ്റില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ചെയ്യാന്നുള്ളതാണ്. ഇതിൽ കൂടെ ഇപ്പൊ നമ്മുടെ ഓൺ ബിസിനസ്സും കൂടെ കൊണ്ടുപോകുന്ന ഫുൾ ടൈം ഇപ്പോൾ ശുശ്രൂഷയിൽ തന്നെയാണോ നിൽക്കുന്നത്? ഒരു 80% ശുശ്രൂഷയിലാണ്. പക്ഷെ 20% എൻ്റെ സമയം ഞാൻ ബിസിനസ് നോക്കാൻ, എനിക്ക് മാനേജേഴ്സ് ഉണ്ട്, കൺസ്ട്രക്ഷൻ വർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ സൂപ്പർവൈസേഴ്സ് ഉണ്ട്. പക്ഷെ അവരെ 20% ടൈം ഞാൻ അവരെ ഒന്ന് വാച്ച് ചെയ്യും, ബാക്കിയെല്ലാം അവർ നടത്തും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ ശുശ്രൂഷ നടന്നുകൊണ്ട് പോകുന്നത്. ഒരു വലിയൊരു കാര്യമാണ്. ഇവിടെ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്, കേരളത്തിൽ ഇങ്ങനെ ഒരു അൽമാരുടെ നേതൃത്വത്തിൽ ഒരു ധ്യാനകേന്ദ്രം തുടങ്ങുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള സേവനങ്ങളോ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള സൗകര്യങ്ങളാണ് അവർക്ക് അതിൽ നിന്ന് ലഭിക്കുക എന്നതിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ അവർക്കത് സന്തോഷകരമാണ്. ഈ ധ്യാനകേന്ദ്രം കേരളത്തിൽ 2024 തുടങ്ങിയത്. പക്ഷെ ഇതൊരു ട്രെയിനിങ് സെന്റർ ആണെങ്കിൽ തന്നെയും അവിടെ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ഫാമിലിക്ക് വന്ന്, കുറച്ച് ഫാമിലിക്ക് വന്ന് അവിടെ താമസിക്കണം, അവിടെ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കണം, കുമ്പസാരിക്കണം എന്ന് വെച്ചാൽ എല്ലാത്തിനുമുള്ള സൗകര്യം കർത്താവ് അവിടെ തന്നിട്ടുണ്ട്. കോട്ടപ്പുറം ഡയസിസിൽ നിന്ന് ഫാദർ ബാബു കുട്ടിക്കൽ, ഈ അച്ഛനെ അവിടെ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് അംബ്രോസ് പിതാവ് അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എവറി ഡേ കുർബാനയുണ്ട്, കുമ്പസാരമുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, അവിടെ നിത്യാരാധന 12 മണിക്കൂർ നിത്യാരാധനയുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം അത് 24 മണിക്കൂർ ആവാനാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്നു, അതിനുള്ള ആൾക്കാരെ ഈശോ ഓരോ ദിവസവും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവിടെ നമുക്ക് കർത്താവ് ഒരു കോൺവെന്റും കൂടി അനുവദിച്ചു തന്നു. ഒരു കോൺഗ്രിയേഷനിലെ 3 സിസ്റ്റേഴ്സ് അവിടെ താമസമുണ്ട്. അവരാണ് നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ട മറ്റുള്ള സൗകര്യങ്ങളെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ബ്രദർ, ഇപ്പൊ ഈ കുടുംബം, ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു അൽമായൻ ഈ പ്രവർത്തന മേഖലയിലേക്ക് കടക്കുമ്പോൾ കുടുംബവും ആത്മീയതയും അതെങ്ങനെ രണ്ടും ഒരുമിച്ച് പാരലായിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പലർക്കും ആശങ്കയുണ്ട്, പലരും അത് പ്രകടിപ്പിക്കാറുണ്ട്. ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? സാധിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കുടുംബത്ത് വൈഫ്, ഞാനും, വൈഫിന് ജോലിയില്ലാത്ത ദിവസമാണ് ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോകും, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. വൈഫിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ വൈഫും ഞാനും കൂടി ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി കർത്താവ് ഒത്തിരി ജ്ഞാനം വൈഫിലൂടെയും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഒരുങ്ങണതും പ്രാർത്ഥിക്കുന്നതും ക്ലാസ് ഒരുങ്ങണത്, അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഈശോയുടെ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഒത്തിരി എന്നെ വൈഫ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൻ സാമൂലാണെങ്കിലും ഇപ്പോൾ കോളേജിലാണ്, 3ാമത്തെ വർഷം തീരാറായി കോളേജിൽ. പക്ഷേ ശുശ്രൂഷയുടെ ഭാഗമായി നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ ഈ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം അവൻ വന്ന് സെറ്റ് ചെയ്ത് തരും, അവൻ വന്ന് ഹെൽപ്പ് ചെയ്യും. അച്ഛന്മാരെ പിക്ക് ചെയ്യണോ അല്ലെങ്കിൽ അച്ഛന്മാരെ ഡ്രോപ്പ് ചെയ്യണോ, എല്ലാ കാര്യങ്ങളിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി. അവൻ്റെ സാന്നിധ്യം ഭയങ്കര ഹെൽപ്പാണ് ഈ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി. വൈഫ് ഫുൾ സപ്പോർട്ടാണ്. മാത്രമല്ല പല മെസ്സേജും വൈഫിന് കിട്ടിയിട്ടുണ്ട്, പേര് പോലും വൈഫിന് കിട്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ. വൈഫ് ഏതെല്ലാം രീതിയിലാണ് ശുശ്രൂഷയിൽ സഹായിക്കുന്നത്? ഏതെല്ലാം രീതിയിലാണ് വൈഫിന്റെ ഭാഗത്ത് നിന്ന് ശുശ്രൂഷയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധ്യാനങ്ങൾ വരുന്ന സമയത്ത് പുള്ളിക്കാരത്തി ആ വീക്കെൻഡുകളിൽ ജോലി ഒഴിവാക്കിയെടുക്കുകയും ബാക്കിയുള്ള ദിവസം ജോലി ചെയ്യുകയും ധ്യാനത്തിൻ്റെ ആ സമയത്ത്, ഇപ്പോൾ നേരത്തെ നമുക്ക് ധ്യാനം അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പുള്ളിക്കാരത്തി വൈഫ് അത് ഒഴിവാക്കിയിടും ആ ഡേറ്റുകൾ. അതിനുശേഷം എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യും ധ്യാനകേന്ദ്രത്തിൽ. പക്ഷേ ധ്യാനകേന്ദ്രത്തിൽ കുക്കിൻ്റെ ഒരു അപാകത ഭയങ്കരമായിട്ടുണ്ട്. നമുക്ക് കുക്കിനെ കിട്ടാൻ വിഷമമാണ്. പക്ഷെ ദൈവം എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്നേക്കണതാണ് ഒത്തിരി പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി. അപ്പോൾ 200 പേര് 250 പേര് ധ്യാനം ഉണ്ടെങ്കിലും ഞാൻ കുക്ക് ചെയ്യാൻ പോകും. അപ്പോൾ അവിടെ അച്ഛന്മാരുടെ ഗ്യാപ്പ് അനുസരിച്ച് ക്ലാസ് എടുക്കാനെല്ലാം വൈഫ് ക്ലാസ് എടുക്കും. അതേപോലെ സ്പിരിച്വൽ ഷെയർ ചെയ്യും, കൗൺസിലിംഗ് ചെയ്യും. എല്ലാ ശുശ്രൂഷയിലും ഇവ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് അമേരിക്കയിൽ 1-2 ബ്രദേഴ്സ് ഉണ്ട്, ബ്രദർ ബിജു ഉണ്ട്, പിന്നെ സിജു ഉണ്ട്. അങ്ങനെ നമുക്കൊരു ടീം തന്നെ അവിടെ ഉണ്ട്.
വൈഫുണ്ട്, ബിജു ഉണ്ട്. ഇവരെല്ലാം ക്ലാസ്സുകൾ എടുക്കുന്ന ബ്രദറും പിന്നെ വൈഫും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായിട്ടും. ഇനി ഒരു ഡീക്കൺ ആവണതിനെ കുറിച്ചിട്ടൊരു എന്തൊരു പറഞ്ഞായിരുന്നല്ലോ, എന്താണ് അതിനെ കുറിച്ചൊരു കാഴ്ചപ്പാട്? എന്താണ് അതൊരു പുതിയൊരു വേറിട്ടൊരു കാഴ്ചപ്പാടാണ്? അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 വർഷം ഇങ്ങനെ പഠിപ്പിച്ച് പള്ളിയിൽ പോയി, കുർബാന മുടങ്ങില്ല. അപ്പോൾ അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോഴാണല്ലോ എന്നെ ഈ അച്ഛൻ വിളിച്ചിട്ട് സാക്രിസ്റ്റിയുടെ ചാർജ് ഏൽപ്പിച്ച് കുർബാനയ്ക്ക് കൂടുന്ന ആളായിട്ട് സ്ഥിരം ഇവിടുത്തെ പറഞ്ഞാൽ കപ്പിയാരെ പോലെ അവിടെ നമ്മളെ നിർത്തി. അതിനുശേഷം 3-ാമത്തെ വർഷമാണ് അച്ഛൻ പറഞ്ഞത്, എനിക്ക് നിന്നെ ഡീക്കനാവാൻ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത്, നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ വന്ന് വൈഫിനോട് സംസാരിച്ചു, ഡീക്കനാവാൻ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ വൈഫിൻ്റെ അവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വൈഫിൻ്റെ പൂർണ്ണ പിന്തുണയില്ലാതെ ഡീക്കനാവാൻ പറ്റില്ല. അപ്പോൾ വൈഫ് സമ്മതിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു. അങ്ങനെ ഈ അച്ഛൻ എന്നെ വിളിച്ചു, വീണ്ടും ചോദിച്ചു, ഞാൻ നിന്റെ പേര് കൊടുക്കട്ടെ? അപ്പോൾ അച്ഛൻ റെക്കമെൻഡ് ചെയ്താലേ നമുക്ക് ഡയസിസിലെ ഡീക്കനാവാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ഛൻ എൻ്റെ പേര് കൊടുത്തു. അപ്പോൾ 2023 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ആസ്പിറൻസി എന്ന് പറഞ്ഞ സ്റ്റേജിലാണ്. മൊത്തം ഈ കോഴ്സ് 7 വർഷമാണ്. 7 വർഷം കഴിഞ്ഞാലേ നമുക്ക് ഡീക്കൻ പട്ടം കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ 2.5 വർഷം ആയി. ഇത് ഡാളസ്, അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റിലെ ഡാളസ് ഡയസിസിന് വേണ്ടിയാണ്, ഡയസിസിലെ ഡീക്കനായി ആവാൻ വേണ്ടിയാണ് എന്നെ അവർ. അപ്പോൾ ആൾക്കാരിലെ ശുശ്രൂഷ കണ്ടിട്ട് അച്ഛനെ മനസ്സിലൊരു ഡീക്കൻ തെളിഞ്ഞു നിന്നു. ഈശോ ചെയ്യുന്ന തീർച്ചയായിട്ടും അത് ആ വിളിയോടെ വിശ്വസ്തയോടെ നമ്മള് യെസ് എന്നൊരു ഉത്തരം കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ അച്ഛൻ എന്നെ ലെക്ചറായിട്ട് ഞാനാണ് റീഡിങ്, പിന്നെ അതേപോലെ തന്നെ യൂക്രിസ്റ്റ് മിനിസ്റ്റർ, ഈശോനെ കൊടുക്കാനുള്ള സാങ്ഷൻ അച്ഛൻ തന്നു. ഇതെല്ലാം നമ്മൾ അവിടെ ചർച്ചിൽ ചെയ്യുന്നുണ്ട്. ബ്രദറെ, ജെനീസ് മീഡിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരുപാട് പ്രേക്ഷകർക്ക് കർത്താവിന്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു സുവിശേഷ വാർത്തനത്തിൽ നല്ല സജീവമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു ചാനലാണ്. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകരോട് ബ്രദർക്ക് എന്താണ് ഒരു മെസ്സേജ് പറയാനുള്ളത്? എനിക്ക് ആകെ പറയാനുള്ള മെസ്സേജ്, എനിക്ക് വേണ്ടി നിങ്ങൾ ഇത് കാണുന്ന സഹോദരങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടുതൽ തീഷ്ണതയിൽ ഈശോനെ സ്നേഹിക്കാനുള്ള ഒരു കൂടുതൽ കൃപ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. വേറെ ഒന്നും വേണ്ട. നിങ്ങളെ പ്രാർത്ഥനയിൽ എളിയദാസനെ ഓർക്കുക, ജസ്റ്റ് പ്രാർത്ഥിക്കുക. തീഷ്ണതയിൽ നിൽക്കാനും വിശ്വാസത്തിൽ നിലനിൽക്കാനും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും ഇത്ര സമയം ഈ 3 എപ്പിസോഡിലൂടെ ബ്രദർ സുനിൽ മോശയെ കേൾക്കുകയും അവരുടെ ദൈവാനുഭവം ലഭിക്കാനിടയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നന്ദി. നമസ്കാരം.